സംസ്ഥാനത്ത് കാലവർഷം എത്തിയതോടെ മഴ ശക്തമാക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ യെല്ലോ മുന്നറിയിപ്പ് പിൻവലിച്ചു. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകളിൽ മുന്നറിയിപ്പ് തുടരും. കൂടുതൽ വിശദാംശങ്ങളുമായി മാനസ ചേരുന്നുണ്ട്. മാനസ, നിലവിലെ ഒരു കാലാവസ്ഥ വെച്ച് മഴയ്ക്ക് നേരിയ ശമനമുണ്ടെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും നേരിയ ആശ്വാസം തന്നെയാണ് കാലാവസ്ഥയെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. ഈ ജില്ലകളിലൊന്നും സംസ്ഥാനത്ത് 14 ജില്ലകളിലും വലിയ രീതിയിലുള്ള മഴ രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, രാവിലെ 12 ജില്ലകളിലായിരുന്നു യെല്ലോ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതെങ്കിൽ നിലവിൽ 7 ജില്ലകളിൽ മാത്രമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ 1 മണിക്ക് വന്ന മുന്നറിയിപ്പ് പ്രകാരം വീണ്ടും 4 ജില്ലകളിൽ കൂടി യെല്ലോ മുന്നറിയിപ്പ് പിൻവലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തിരുവനന്തപുരം, കൊല്ലം എന്നീ ജില്ലകൾക്ക് പുറമെ പത്തനംതിട്ട, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ യെല്ലോ മുന്നറിയിപ്പ് പിൻവലിച്ചു. അതോടൊപ്പം തന്നെ എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെക്കൻ വടക്കൻ ജില്ലകളിലായിരിക്കും മധ്യ വടക്കൻ ജില്ലകളിലായിരിക്കും മഴ തുടരുക എന്ന മുന്നറിയിപ്പാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. ഒപ്പം ശക്തമായ മഴ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുണ്ട്. അതോടൊപ്പം തന്നെ വരുന്ന 3 മണിക്കൂറിൽ കേരളത്തിലെ ഈ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നേരിയ രീതിയിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും ഒടുവിലായി പുറത്തുവിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതിരിക്കരുത് എന്ന നിർദ്ദേശവും നൽകുന്നുണ്ട്. ശക്തമായ മഴ ഇല്ല എങ്കിൽ കൂടിയും നിലവിൽ അറിയിച്ചിട്ടുള്ള എല്ലാ ജാഗ്രതകളും തുടരണം. അതോടൊപ്പം തന്നെ കാലവർഷത്തിൽ കൂടുതൽ മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവിട്ടതും. മാത്രമല്ല, ഒരു ദിവസം നേരത്തെയാണ് ഇത്തവണ കാലവർഷം എത്തിയത്. വേനൽ മഴയും സജീവമായി സംസ്ഥാനത്ത് ലഭിച്ചു. ഒപ്പം തന്നെയുള്ള ഈ കാലവർഷവും നല്ല രീതിയിലുള്ള മഴ ലഭിക്കുമെന്ന ആശ്വാസത്തിലാണ് കേരളമുള്ളത്. ഒപ്പം തന്നെ മത്സ്യ തൊഴിലാളികൾക്കുള്ള വിലക്ക് തുടരുകയാണ്. മലയോര മേഖലകളിൽ ജാഗ്രത തുടരണമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സ്ഥലങ്ങളിൽ പകർച്ചവ്യാധികൾക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത കരുതണം. പെട്ടെന്ന് ദേഹാസ്വസ്ഥതകൾ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചികിത്സ തേടണമെന്ന അറിയിപ്പ് ആരോഗ്യവകുപ്പും അറിയിച്ചിട്ടുണ്ട്. ഈ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അറിയിപ്പുമുണ്ട്. ഈ വെള്ളക്കെട്ട് പോലുള്ള സമീപങ്ങളിൽ സംസ്ഥാനത്തെ മഴയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് മാനസ പങ്കുവച്ചത്.